എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയില്ലേ, മീൻ കറി, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. നമ്മൾ ചെറിയുള്ളി ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കുടംപുളി ഇട്ടിട്ടാണ് ഈ ഒരു കറി വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം ചുവന്നുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതൊരു സൈഡിലേക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ മുളക് പൊടിയെല്ലാം ചേർക്കണത് കേട്ടോ. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. 1 ടേബിൾ സ്പൂണ് നിറയെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ വേണ്ടുള്ളൂ. അതിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു റെഡ് കളർ കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ മുളക് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഓവറായിട്ട് ചേർക്കരുത് കേട്ടോ. നമുക്കിതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയാണ് ചേർക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഉപ്പ് അതിൻ്റേതായ ഇതിൽ വേണം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുടംപുളി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ളതാണ്. ആ വെള്ളം കൂടിയിട്ട് ഞാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറച്ച് വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 അയില ഇതുപോലത്തെ 4 അയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം 1/2 കിലോനോളം ഉണ്ടാവും കേട്ടോ. അത് മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും നമ്മുടെ കറി. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ചുഴറ്റി കൊടുക്കുക കേട്ടോ. കയ്യിലിട്ട് ഇളക്കരുത്. ഇനി കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഇടണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി ഇട്ട് വറ്റിച്ച നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മീൻ കറിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.